നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജന്തർ മന്ദറിൽ യുവാക്കൾ നടത്തിയ പ്രതിഷേധം, അതിനോടനുബന്ധിച്ച് നടത്തിയ സമരമാർഗങ്ങൾ BJPക്ക് എന്നും ഒരു കറുത്ത ഏട് തന്നെയാണ്. കാരണം 12 കൊല്ലമായി ഭരിക്കുന്ന നരേന്ദ്രമോദി വിചാരിച്ചിരിക്കുന്നത് വിശ്വഗുരുവാണ് താൻ, ഈ രാജ്യം ഉള്ളം കയ്യിലാണ്, ഈ രാജ്യത്ത് തനിക്കെതിരെ ഒരു രീതിയിലും ഇതുപോലെ നീറിപ്പുകയുന്ന അവസ്ഥ ഒരു പ്രദേശത്തും ഉണ്ടാകാൻ സമ്മതിക്കില്ല. എന്നിട്ട് രാജ്യ തലസ്ഥാനം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറയ്ക്കുന്ന സാഹചര്യം പ്രക്ഷോഭകാരികൾ ഉണ്ടാക്കിയെടുത്തു. പാറ്റ എന്നും ക്ഷുദ്രജീവികളെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പരിഹസിച്ച അതേ ആളുകൾ തന്നെ അവർ രംഗത്ത് വന്ന് അവർ മോദിക്കെതിരെ നടത്തിയ പോരാട്ടം, മോദിയുടെ ഭരണ നയങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടത്തിൻ്റെ രണ്ടാം ഫേസ്, അതിൻ്റെ രണ്ടാം ഭാഗം ഉടൻ തുടങ്ങുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടനയുടെ നേതാവായ അഭിജിത്ത് ദീപ്കയും അതിൻ്റെ കോർഡിനേറ്റർ സൗരവ് ദാസും വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് പാറ്റാ സമരം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. രാജ്യത്തെ വിദ്യാഭ്യാസ നയങ്ങളിൽ മാത്രമല്ല അഴിമതി, സർവത്ര അഴിമതിയാണ്. റിസർവ് ബാങ്ക് കണക്ക് പ്രകാരം ധനകാര്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അഴിമതി എന്ന് പറയുന്നതും കോർപ്പറേറ്റ് അഴിമതി എന്ന് പറയുന്നതും ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടി കുറച്ച് പേർ കയറിയിരിക്കുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പരിപൂർണമായി വിറ്റ് തുലച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന ഈ നയങ്ങളെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? നിർമ്മല സീതാരാമൻ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പകൽ കൊള്ളയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ശുദ്ധമായ പെട്രോൾ ലഭിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നിതിൻ ഗഡ്കരിയും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും ഒരുമിച്ച് പണിയെടുക്കുന്നത്. ഉപരിഗതാഗതം ഇനി മായം ചേർന്ന പെട്രോളിലാകട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഉപരിഗതാഗത കേന്ദ്രമന്ത്രിയാണ് നിതിൻ ജയറാം ഗഡ്കരി. പറഞ്ഞു വരുന്നത്, ജന്തർ മന്ദറിൽ തുടങ്ങാൻ പോകുന്ന രണ്ടാം സമരം എന്തിനു വേണ്ടിയായിരിക്കും? ഈ രാജ്യത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കും. ഈ രാജ്യത്തെ സെൻസസ് പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 15 മുതൽ 20 കോടി ജനങ്ങൾ പട്ടികയ്ക്ക് പുറത്താവും. ജനസംഖ്യാ നിയന്ത്രണത്തിന് BJP കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ മാർഗമാണിത്. ഇത് ഈ രാജ്യത്തെ തകിടം മറിക്കും. എങ്ങനെയാണോ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും SIR നടപടി വഴി ജനങ്ങളെ പുറത്താക്കുന്നത്, അതുപോലെ തന്നെ പൗരത്വത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ പുറത്താക്കാനാണ് BJPയുടെ പ്ലാൻ.